ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശാലിനിയുടെ വാശിക്ക് ശാലിനി പറയാതിരുന്ന ആ കുറ്റത്തിന് വിഷ്ണു ശാലിനിയെ ഒഴിവാക്കി പോവാണ് കേട്ടോ. എന്നേക്കുമായി താൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ തിരിച്ചടി തന്നെ വിഷ്ണുവിൽ നിന്ന് കിട്ടിയിരിക്കുന്നു. വിഷ്ണു ആണെങ്കിലോ തന്നെ മനസ്സിലാക്കും, തന്നെ ഒരിക്കലും സംശയിക്കില്ല. ആ ഒരു ചിന്തയൊക്കെ ആയിരുന്നു കേട്ടോ ശാലിനിക്ക്. പക്ഷെ ആ ചിന്തകളെല്ലാം തെറ്റിയിരിക്കുകയാണ്. ശാലിനി ആകെ തകർന്നിരിക്കുകയാണ്. സത്യയുടെ അച്ഛനായ ഒരുത്തൻ വന്നപ്പോൾ വിഷ്ണു ആകെ മാറി മറിഞ്ഞിരിക്കുന്നു കേട്ടോ. പിന്നീട് വിഷ്ണു അങ്ങ് പോവുകയും സത്യഭാമ പറയണേ, ഇനി നിന്നോട് എനിക്ക് പറയാനുള്ളത്, നീ ഒരു വൃത്തികെട്ട പെണ്ണാണെന്ന് എൻ്റെ മകന് മുന്നിൽ ഞാൻ പലതവണ ചൂണ്ടിക്കാണിച്ചു. പക്ഷേ നിന്നെ വിശ്വസിക്കാൻ അവൻ തയ്യാറായില്ല. എന്നാൽ ഇന്ന് അവൻ്റെ കണ്ണുകൾ കൊണ്ട് അത് കണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇനി എൻ്റെ മകനെ തിരക്കി നീ ആ വഴിക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം എന്തെന്ന് നീ ശരിക്കും അറിയും. ഇനി നിനക്കൊരു ഭർത്താവ് എന്ന് പറയുന്ന അവനുണ്ടല്ലോ, അവനെയും വെച്ച് നടന്നു. എൻ്റെ മകനെ പേരിന് കൊണ്ടുനടക്കാനും ഒരു കോമാളിയെ പോലെ കൊണ്ടു നടക്കാനും ഇനി ഞാൻ അനുവദിക്കില്ല എന്നും പറഞ്ഞ് പൊട്ടിത്തെറിച്ച് സത്യഭാമ അവിടെ നിന്ന് പോകുമ്പോൾ ശാലിനി അങ്ങ് പൊട്ടിക്കരയണിട്ടോ. താൻ ഇങ്ങനെ വിങ്ങി വിങ്ങി കരയുമ്പോൾ ശാരദാമ്മ മോളെ സമാധാനപ്പെടുകയെന്ന് പറയുന്നുണ്ടെങ്കിലും എന്ത് സമാധാനം, തനിക്ക് എല്ലാം ആയിരുന്ന വിഷ്ണു പോലും തന്നെ സംശയിച്ചില്ലേ. ആ ഒരു വേദനയിൽ ശാലിനി കരയണേ. എന്നാൽ ഈ സമയം ശാരദാമ്മക്ക് പറയണമെന്നുണ്ട്, ഇതിനെനിക്ക് വേണ്ടത് തന്നെ എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ സമയം പറയില്ല കേട്ടോ. പിന്നീടാണെങ്കിലോ ഇങ്ങനെ സത്യഭാമ നേരെ ചെല്ലുന്നത് രാഘവൻ്റെ അടുത്തോട്ടാണ് കേട്ടോ. രാഘവനും രോഹിത് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഒരിക്കലും വിശ്വസിക്കാനാവാത്ത ആ സത്യം അറിയുമ്പോൾ രാഘവന് എന്താ ഈ പറയുന്നത് എന്ന് പറയുമ്പോഴാണ് സത്യഭാമ കടന്നു വരുന്നത് കേട്ടോ. എന്താ രാഘവേട്ട, പാനോളം പുകഴ്ത്തുന്ന മഹാലക്ഷ്മി ഇപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞല്ലോ. മാമേ, എന്താണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്? സത്യം പറ, നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ നേരി കണ്ടോ? നിങ്ങളുടെ പേരക്കുട്ടി പപ്പി നിങ്ങളോട് പറഞ്ഞില്ലേ സത്യയുടെ അച്ഛൻ വന്നെന്ന്? അതെ, വന്നിരിക്കുന്നു. അത് ശാരദാമ്മയോട് ചോദിക്കാൻ ഞാൻ അവരുടെ വീട്ടിൽ വിഷ്ണുവും ഞാനും കൂടി പോയിരിക്കുന്നു. എന്നിട്ട് അതിനവൾക്ക് ഉത്തരം നൽകാനില്ല. അവൾ എന്തുത്തരം നൽകാനാണ്? എൻ്റെ മകനോട് പലതവണ അവൾ ഒരു വൃത്തികെട്ടവളാണെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടും എൻ്റെ നാക്ക് കൊണ്ട് ഈ വൃത്തികെട്ടവൾ എന്നുള്ള വാക്ക് ഉച്ചരിക്കാൻ കഴിയാനാവാതെ ചൂണ്ടിക്കാണിച്ചിട്ടും എൻ്റെ മകനെ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടായില്ലല്ലോ. എൻ്റെ മകനൊപ്പം കുടപിടിച്ചു കൊടുക്കാൻ ഈ വീട്ടിലുള്ള എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. മഹാലക്ഷ്മിയും എന്തൊക്കെയായിരുന്നു അവളെ പറഞ്ഞിരുന്നത്. അവൾ ശരിക്കും ഒരു മൂദേവിയായിരുന്നു. ആ മൂദേവിയാണ് നിങ്ങളെല്ലാവരും കൂടി ഇത്രയും നാളും ഈ വീടിനുള്ളിൽ കുടിയിരുത്താൻ നോക്കിയത്. എന്നാൽ ഞാനിത് മുന്നേ കണ്ടതുകൊണ്ട് തന്നെ ഞാൻ അതിൽ നിന്നും എതിർത്തു എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടാ. അപ്പോൾ ഈ സമയം വിഷ്ണു ഒന്നും മിണ്ടുന്നില്ല. വിഷ്ണു ആകെ തകർന്ന് തരിപ്പിടമായിരിക്കുകയാണ്. അങ്ങനെ വൃത്തികെട്ടവളാണ് എന്ന് വീണ്ടും സത്യഭാമ ഉച്ചരിക്കുമ്പോൾ ശ്യാമ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ. ശ്യാമക്ക് അത് കേട്ട് നിൽക്കാൻ കഴിയില്ല. തൻ്റെ കുഞ്ഞേച്ചിയെക്കുറിച്ചാണല്ലോ പറയുന്നത്. ശ്യാമ പൊട്ടിത്തെറിച്ചും കൊണ്ട്, സത്യമേ മതി, എൻ്റെ കുഞ്ഞേച്ചിയെ കുറിച്ച് ഇങ്ങനെയുള്ള അതിര് കടന്ന വാക്കുകൾ പറയരുത്. എൻ്റെ കുഞ്ഞേച്ചി ഒരിക്കലും ഒരു തെറ്റ് ചെയ്യില്ല. അത് കേൾക്കുന്ന സത്യഭാമ, നീ ആ കുടുംബത്തുള്ളവളാണല്ലോ, നീ ഇതുപോലൊക്കെ തന്നെയാണോ ചെയ്തിരിക്കുന്നത്? അത് കേൾക്കുന്ന രോഹിത് സത്യമേ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ സമയം സത്യഭാമക്ക് ആ വാക്കുകൾക്കൊന്നും ഒരു വില പോകുന്നില്ല. പിന്നീടാണെങ്കിലും ശ്യാമ പറയുന്നുണ്ട്, വിഷ്ണുവേട്ടാ, സത്യാമ്മ പറയുന്ന ഈ വാക്കുകൾ വിശ്വസിക്കരുത്. സത്യയുടെ അച്ഛൻ ആ വന്നിരിക്കുന്ന ആളല്ല, അത് വേറെ എന്തോ ഒരു പ്രശ്നമുണ്ട് അവിടെ. കുഞ്ഞേച്ചിക്ക് അത് പറയാനുള്ള ആ ഒരു അനുവാദം വിഷ്ണുവേട്ടൻ കൊടുക്ക്. കുഞ്ഞേച്ചിയെ ഒരിക്കലും വിഷ്ണുവേട്ടൻ അവിശ്വസിക്കരുത്. കുഞ്ഞേച്ചി ഒരു പാവമാണ്. കുഞ്ഞേച്ചി വിഷ്ണുവേട്ടനെ മറന്ന് ജീവിക്കില്ല. ആ മനസ്സിൽ കുഞ്ഞേച്ചിക്ക് ആകെ ഒരു സ്ഥാനമുള്ളത് വിഷ്ണുവേട്ടന് മാത്രമാണ്. സത്യയുടെ അച്ഛൻ ആരാണ് അറിയാം. വിഷ്ണുവേട്ട ഇത്ര പെട്ടെന്ന് എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുത്. എന്നാ അറിയാം, നീ പറയടി, നിനക്കറിയോ സത്യയുടെ അച്ഛൻ ആരാണെന്ന്? നീ പറയുമോ സത്യയുടെ അച്ഛൻ ആരാണെന്ന്? എന്താ നിന്റെ കുഞ്ഞേച്ചി ഇത്രയും നാളും ആ ഒരു ചോദ്യത്തിന് മുന്നേ അമ്മ പറയുന്നത് പോലെ ഉത്തരം നൽകാത്തത്? അപ്പം അതിനർത്ഥം എന്താണ്? അവൾക്ക് ഉത്തരം നൽകാനില്ല. അതിനർത്ഥം എൻ്റെ മുഖത്ത് നോക്കി മറ്റൊരുത്തനാണ് സത്യയുടെ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് വേറെ ഒരുത്തനിലുണ്ടായ കുഞ്ഞല്ലേ അത്? അവൾ നൊന്ത് പ്രസവിച്ച കുഞ്ഞാണെന്ന് നിങ്ങൾ എല്ലാവരും പറയുന്നു. എന്നാൽ ഇവിടെ പിന്നെ ഞാൻ എന്ത് പറയണം എന്നും പറഞ്ഞിട്ട് എൻ്റെ നാക്കുകൊണ്ട് കൂടുതൽ സംസാരിപ്പിക്കണ്ട എന്ന് പറഞ്ഞ് വിഷ്ണു അങ്ങ് പൊട്ടിക്കരയണം കേട്ടോ. പിന്നീട് വിഷ്ണു റൂമിലോട്ട് പോകുമ്പോൾ, ഈശ്വര, എവിടെയാണ് തെറ്റുപറ്റിയത്? എന്താണ് ശരിക്കും സംഭവിച്ചത്? എൻ്റെ ശാലിനി ഇങ്ങനെ ചെയ്യുമോ? ശാലിനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ? അപ്പോൾ തന്നെ ശ്യാമ പറയുന്നുണ്ട്, ഇല്ല അച്ഛാ, ശാലിനി അങ്ങനെ ചെയ്യില്ല, കുഞ്ഞേച്ചി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറയണം കേട്ടോ. പിന്നീടാണെങ്കിലും ശാലിനിയെ തന്നെയാണ് കാണിക്കുന്നത്. ശാലിനി ഇങ്ങനെ പൊട്ടിക്കരയുമ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട്, മോളെ, ഇതൊക്കെ ഞാൻ നിന്നോട് മുന്നേ പറഞ്ഞതാണ്, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. എന്നിട്ടും നീ ഇങ്ങനെ വിഷ്ണുവിനോട് പറഞ്ഞാതെ ഇങ്ങനെ കൊണ്ട് നടന്നത് കൊണ്ടല്ലേ അമ്മയും
ഇപ്പോൾ എന്നെ കുറ്റപ്പെടുത്തുകയാണ്. പിന്നെ ഞാൻ എന്താണ് വേണ്ടത്? ഇപ്പോൾ സത്യയുടെ അച്ഛനായ ഒരുത്തൻ വന്നതുകൊണ്ടല്ലേ അമ്മ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അമ്മ എല്ലാം അറിഞ്ഞിട്ടും എന്നോട് എന്തിനാ ഇങ്ങനെ പറയുന്നത്? ഇതെൻ്റെ വിധിയാണ്. എനിക്ക് ഇങ്ങനെയൊക്കെ ആയിരിക്കും ദൈവം വെച്ചിരിക്കുന്നത്. ഒരിക്കലും വിഷ്ണുവേട്ടനും ഞാനുമായി ഇനിയൊരു ജീവിതം ഉണ്ടാവില്ലെന്നുള്ള ആ ഒരു സത്യം എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ അവിടോട്ട് വീണ്ടും സത്യ കയറി വരികയാണ് കേട്ടോ. അങ്ങനെ സത്യ വന്നിട്ട് പറയണേ, അമ്മേ അച്ഛൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, അച്ഛൻ്റെ മൊബൈൽ നമ്പർ ഇപ്പോൾ ഇല്ലെന്ന് പറയുന്നു, അച്ഛന് അങ്ങനെ ഒരു ഫോൺ നമ്പർ ഇല്ല എന്ന് പറയുന്നു. അച്ഛനെ കിട്ടാൻ ഇനി എന്താ ചെയ്യുക? എനിക്കെൻ്റെ അച്ഛനെ കണ്ട് മതി വരുന്നില്ല അമ്മേ, എനിക്ക് അച്ഛനെ വിളിക്കണമെന്ന് പറയണം കേട്ടോ. ഈ സമയം ശാലിനി വീണ്ടും പ്രതിസന്ധിയിലാവാണ്. അപ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട്, മോളെ നിൻ്റെ അച്ഛൻ ഇപ്പോൾ വന്ന് പോയതേ അല്ലേ ഉള്ളൂ, എന്നാൽ അച്ഛന് ഫോൺ എടുത്താൽ എന്താ കുഴപ്പം? ഇനി അച്ഛനെ കിട്ടാൻ ഏത് നമ്പറിലാണ് ഞാൻ വിളിക്കുക? അച്ഛനെ കിട്ടണമെങ്കിൽ എന്താ ചെയ്യുക? അമ്മ ഒന്ന് വിളിച്ചു നോക്കുക. അമ്മ പറഞ്ഞാൽ അച്ഛൻ തീർച്ചയായും ഇങ്ങോട്ടേക്ക് തന്നെ വരും. എനിക്ക് അച്ഛനുമായി ഒന്ന് പുറത്ത് പോകണം, ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കണം, അങ്ങനെയൊക്കെ എല്ലാ കുഞ്ഞുങ്ങളെയും പോയി എനിക്കും ആഗ്രഹമുണ്ടല്ലോ, ആ ആഗ്രഹം എനിക്ക് നിറവേറ്റി തരുമോ അമ്മേ? എൻ്റെ ആഗ്രഹം നിറവേറ്റില്ലേ? അത് കേൾക്കുന്ന ശാരദാമ്മ പറയണേ, മോളെ നീ ഇപ്പോൾ സ്കൂളിൽ നിന്ന് വന്നതേ ഉള്ളൂ, എന്തെങ്കിലും ഒന്ന് കഴിച്ച്. എനിക്കൊന്നും വേണ്ട, എൻ്റെ അച്ഛൻ വന്നല്ലാതെ ഞാൻ കഴിക്കില്ല, എൻ്റെ അച്ഛൻ വിളിച്ചല്ലാതെ ഞാൻ കഴിക്കില്ല എന്ന് പറയുമ്പോൾ ശാലിനി പറയണേ, ശരി ഞാൻ നിൻ്റെ അച്ഛനോട് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞോളാം. നിൻ്റെ അച്ഛൻ നിൻ്റെ ആഗ്രഹം പോലെ തന്നെ നിന്നെയും കൂട്ടി ഇങ്ങനെ ഹോട്ടലിലോട്ട് പോകുമെന്ന് പറയണ്ട. അപ്പം അമ്മ വരുമോ? ആ അമ്മ തീർച്ചയായും വരുമെന്ന് പറയട്ടോ. എന്നാൽ ഈ സമയം വിഷ്ണു ആണെങ്കിൽ റൂമിൽ കിടന്ന് ഇങ്ങനെ പൊട്ടി കരയണിട്ട് തനിക്കൊരിക്കലും ആലോചിക്കാൻ കഴിയുന്നില്ല തൻ്റെ ശാലിനി ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന്. അങ്ങനെ സത്യഭാമ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ആരാണ് ഈ കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന് ചോദിക്കുമ്പോൾ മിണ്ടാതെ നിൽക്കുന്ന ശാലിനിയെയും അതുപോലെ തന്നെ ഈ കുടുംബത്തിലെ രക്തമാണെന്ന് പറഞ്ഞ ആ ശാലിനിയെയും അതുപോലെ തന്നെ തൻ്റെ കുഞ്ഞാണെന്ന പ്രതീക്ഷയോടുകൂടി താൻ മനസ്സിൽ എവിടേക്ക് കുറിച്ചിട്ട ആ വാക്കുകളൊക്കെ ഇങ്ങനെ വിഷ്ണുവിന് ഓർമ്മ വരാനിട്ട ശാലിനിയുമൊത്തുള്ള ആ നല്ല നിമിഷങ്ങൾ ഓർമ്മ വരുമ്പോൾ തൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും പറിച്ചു കളയാൻ തനിക്ക് ശാലിനിയെ പറ്റുന്നില്ല. അങ്ങനെ വിഷ്ണു തൻ്റെ കൈ ഇങ്ങനെ ചുമരിൽ വെച്ച് ഇടിക്കുകയാണ്. ഈശ്വരാ, വല്ലാത്തൊരു പ്രതിസന്ധി തന്നെയാണ്, എനിക്ക് എന്തൊരു ദുർവിധിയാണ് ദൈവം തന്നിരിക്കുന്നത് എന്നിങ്ങനെ വിഷ്ണു ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഇതേസമയം ഇവിടെ സത്യഭാമയാണെങ്കിലോ, എൻ്റെ മോന് എന്തൊരു വിധിയാണ്, നിങ്ങളൊക്കെ കൂടിയാണ് എൻ്റെ മകനെ ഈ ഒരു വിധത്തിലാക്കിയത്. എങ്ങനെയെങ്കിലും ഞാൻ എൻ്റെ മകനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വേറൊരു ജീവിതത്തിലോട്ട് കൊണ്ടുപോകുമ്പോൾ ആ മൂദേവിയെക്കുറിച്ച് നിങ്ങളെല്ലാം നല്ലത് പറഞ്ഞു കൊടുത്തു. ഇപ്പം എന്താ ഉണ്ടായത്? എൻ്റെ കുഞ്ഞിന് കരയാനല്ലേ വിധി വന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് സത്യഭാമ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ക്ഷാമയാണെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞാലും ഇവിടെ എടുക്കില്ല എന്നുള്ള ഭാവത്തിലൂട്ടോ. പിന്നീട് ശാലിനി വീണ്ടും അച്ഛനായി വേഷം മാറിയിരിക്കുകയാണ്. അങ്ങനെ കുഞ്ഞിൻ്റെ മുന്നിലോട്ട് വീണ്ടും എത്തുകയാണ്. അപ്പോൾ സത്യ, ഹായ് എൻ്റെ അച്ഛൻ വന്നു, അച്ഛൻ്റെ ഫോൺ അടിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ലല്ലോ, അച്ഛൻ എവിടെ? മോളെ എനിക്ക് എപ്പോഴും ഫോൺ എടുക്കാനൊന്നും കഴിയില്ല, ഞാൻ കുറച്ച് തിരക്കിലാണ്, എന്തായാലും എൻ്റെ മോളുടെ ആഗ്രഹം പോലെ തന്നെ നമുക്ക് ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിന്ന് പോകുമ്പോൾ ശാരദാമ്മ, മോളെ എനിക്ക് എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു? അമ്മേ ഇനി എനിക്കെല്ലാം പോയി, എൻ്റെ പ്രാണൻ നഷ്ടപ്പെട്ടു, അതുകൊണ്ട് തന്നെ ഇനി എൻ്റെ മോളുടെ പ്രാണൻ നഷ്ടപ്പെടാതെ ഞാൻ നോക്കണം. അതുകൊണ്ട് തന്നെ എനിക്കെൻ്റെ മോളുടെ കളിച്ചിരിയാണ് എനിക്കിനി വലുത്. അതുകൊണ്ട് ഈ അമ്മയും അച്ഛനും ഒക്കെയായി ഞാൻ തന്നെ വേഷം കെട്ടണം. എൻ്റെ കുഞ്ഞ് എത്രമാത്രം ഒരു അച്ഛനെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അമ്മയും കാണുന്നില്ല. ഇനി എനിക്ക് എല്ലാം വിട്ടുപോയി. വിഷ്ണുവേട്ടൻ എന്നിൽ നിന്നും എന്നേക്കുമായി പോയിരിക്കുന്നു. ഇനി അവളുടെ അച്ഛനും ഞാൻ തന്നെ, ഇനി അവളുടെ അമ്മയും ഞാൻ തന്നെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും ഹോട്ടലിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇനിയാണ് സംഭവബഹുലമായ ആ മുഹൂർത്തം നടക്കാൻ പോകുന്നത്. അതായത് സത്യ തന്നെ വിഷ്ണുവിനെ വിളിച്ച് എൻ്റെ അച്ഛൻ ഇവിടെയുണ്ട്, കാണാൻ വരുന്നോ എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിനെ വിളിക്കുമ്പോൾ സത്യഭാമയും വിഷ്ണുവും കൂടി ഓടിക്കൊണ്ട് ഈ ഒരാളെ കാണാൻ വേണ്ടി ഓടിയെത്തുന്ന ആ ഒരു മുഹൂർത്തമായിരിക്കും ഈ ഒരു എപ്പിസോഡിന് ശേഷം നെക്സ്റ്റ് എപ്പിസോഡിൽ വരാനിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള റിവ്യൂ അടുത്ത എപ്പിസോഡിൽ പറയാവേ. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ചാനൽ വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, എങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കൂ കേട്ടോ.